കണ്ണേ കരളെ വി എസ് എ ധീരസഖാവേ ആരു പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇന്നലത്തെ മുദ്രാവാക്യമാണ്. AKG സെൻറ്റർ നിറഞ്ഞൊഴുകുകയാണ്. ഒരുപക്ഷെ തലസ്ഥാന നഗരിയിൽ ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും മുഴങ്ങി നമുക്ക് കേൾക്കാം. VS യാത്രയായി. ഒരുപക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അവസാന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയേണ്ടി വരത്തില്ലേ? ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് ഇനി അങ്ങോട്ട് VS ഇല്ലാത്ത കേരളത്തെക്കുറിച്ചാണ്. കാരണം സാധാരണ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു തനി രാഷ്ട്രീയക്കാരനായിരുന്നു, നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു, നല്ല നേതാവായിരുന്നു VS. EMS മരിച്ചപ്പോഴും ഇതുപോലെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഓർമ്മിച്ച മറ്റൊരു കാര്യമാണ്, ഇനി EMS ഇല്ലാത്ത കേരളമാണല്ലോ. കാരണം EMS വേറൊരു തരത്തിൽ നിൽക്കുകയാണ്. ഒരു ബൗദ്ധിക തലത്തിൽ നിന്ന ആളാണ് EMS. ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു. രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലായാലും ഒക്കെ തന്നെ. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ മാത്രമല്ല സംഭാവനയുള്ളത്, സാഹിത്യത്തിലും ഉണ്ട്. കേരളം മലയാളികളുടെ ജന്മഭൂമി എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ സാഹിത്യ പ്രഭാഷണം രാഷ്ട്രീയം പോലെ തന്നെ അദ്ദേഹത്തിന് വശമായിരുന്നു എന്നുള്ളതാണ്. EMS മരിച്ച അവസരത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇതുപോലെ ഈ VSൻ്റെ മരണസമയം പോലെ തന്നെ ആയിരുന്നു. ഏതാണ്ട് ഒരു വൈകുന്നേരം 3:30-4:30 മണി അടുപ്പിച്ചായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലേക്ക് വലിയ ഒരു ജനക്കൂട്ടം. അന്ന് ഇത്രയും ചാനലുകളൊന്നുമില്ല. ദൂരദർശൻ, പിന്നെ ഏഷ്യാനെറ്റ്, പിന്നെ മറ്റ് 1-2 ചാനലുകൾ, പിന്നെ എല്ലാവരും ക്യാമറ എടുക്കുന്ന കാലവുമല്ല അന്ന്. പിന്നെ നമ്മൾ എല്ലാ വിവരങ്ങളും അറിയുന്നത് ഈ ദൂരദർശനിലും ആകാശവാണിയിലൂടെയും മാത്രമാണ്. അപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജനക്കൂട്ടം എത്തുകയാണ്. VS അച്യുതാനന്ദൻ കുറച്ച് നാളായി അവശനായി കിടപ്പായിരുന്നല്ലോ. പക്ഷേ EMS പെട്ടെന്നുള്ള ഒരു മരണത്തിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത്. വീട്ടിൽ വെച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. EMSൻ്റെ മകനും ജീവിച്ചിരിപ്പുണ്ട്, EM ശ്രീധരൻ. തുടർന്ന് ആ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇതുപോലെ AKG സെൻറ്ററിൽ കൊണ്ടുവന്നു. പിന്നീട് അടുത്ത ദിവസം ദർബാർ ഹാളിൽ നിന്ന് പിന്നീട് ഇവിടെ തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അന്ന് ശാന്തി കവാടം ഒന്നും പേരിട്ടിട്ടില്ല. പിൽക്കാലത്താണ് ആ പേരിട്ടത് ONV കുറുപ്പുമാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് മേട്ടുക്കട ജംഗ്ഷനിലാണ്, മേട്ടുക്കടയിലാണല്ലോ ഈ ശാന്തി കവാടം. ജനം നിറഞ്ഞ് കവിഞ്ഞു പോവുകയാണ്. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും അന്ന് ഈ ദർബാർ ഹാളിൽ അവിടെ ക്യൂ നിന്ന് കയറി കണ്ടതാണ്. ഒരു ഒഴുക്കായിരുന്നു. ഇന്നെന്ന് പറയുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് മാറുകയാണ്. VSൻ്റെ മരണവാർത്ത കേട്ട് ഓടിയെത്തുന്നവർ ഏത് സമയവും VSൻ്റെ മരണം പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മൾ. EMSൻ്റെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ അന്ന് EMSൻ്റെ വേർപാടിൽ കേരളം നടുങ്ങി. കാരണം എന്തിനും രാഷ്ട്രീയത്തിലെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരവസാന വാക്കാണ് EMS. VSലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ഇവിടെ അഴിമതിക്കും നമ്മുടെ പാടം നികത്തുന്നവർക്കും സ്ത്രീ പീഡകർക്കും ഒരു ഭയമാണ് VS എന്ന് കേൾക്കുമ്പോൾ. VS എത്രയോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്നാണ് VS എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം ഞാൻ പറയുന്നത് ഈ 2 പേര്, അതിനു മുമ്പ് നമുക്ക് വേറൊരാളുണ്ടായിരുന്നു, AKGയുടെ വേർപാടുണ്ടായപ്പോഴും അന്നത്തെ രാഷ്ട്രീയ കേരളവും ആലോചിച്ചത് ഇനിയും AKG ഇല്ലാത്ത കേരളമെന്നാണ്. എങ്ങനെയായിരിക്കും? ശരിയാണ്, നമ്മുടെ രാഷ്ട്രീയം മുഴുവൻ അങ്ങോട്ട് മാറിയില്ലേ? CPM തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ എന്ത് മാറ്റം സംഭവിച്ചിരിക്കുന്നു?
അത് ആ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട് ഇവിടെ ഈ AKG സെൻറ്ററിൻ്റെ മുമ്പിലും കഴിഞ്ഞ ദിവസം ആ സ്വകാര്യ ആശുപത്രിയുടെ മുമ്പിലും ഉണ്ടായ ആൾക്കൂട്ടം കണ്ടിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആഹ്ലാദിക്കേണ്ട തുടർഭരണം കിട്ടുമെന്നും പറഞ്ഞെന്നും ഇത് VS-നോടുള്ള ആദരവാണ്. അതെ, അത് തീർച്ചയായിട്ടും ഈ കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ഇപ്പം ഞാൻ വാർത്തകളിൽ കണ്ട പലരോടും പല ബൈറ്റുകൾ VS-നെ കുറിച്ചുള്ള ബൈറ്റുകൾ ചോദിക്കുമ്പം പലരും പറഞ്ഞു ഞങ്ങൾക്ക് VS-നോടുള്ള പൂജയല്ല, ഞങ്ങളുടെ നേതാവ്, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇനി ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു വിലാപമാണ്. നിരവധി പേരാണ് ഒരു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടി ഇട്ട് കുത്തുന്ന തരത്തിൽ, അതിൽ തന്നെ അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഒരു പക്ഷേ അണികൾ തന്നെ അത് എതിർക്കുന്നു, ഇപ്പോഴത്തെ പാർട്ടിയെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതാക്കന്മാരെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ പല ബൈറ്റുകൾ. കാരണം ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഒരു ഇത് വന്നപ്പം പലരും കോൺഗ്രസിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പാർട്ടിയുടെ അവസാന വാക്കാണ് നിശ്ചലമായത് എന്ന് അണികൾ തന്നെ പറയുന്ന ബൈറ്റുകൾ നിരവധിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ VS-നോടുള്ള അമിതമായിട്ടുള്ള സ്നേഹവും വിശ്വാസവും ആ നേതാവിനോടുള്ള ആരാധനയിലുമാണ് വന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതാക്കന്മാരെ കണ്ടുകൊണ്ടല്ല ആരും ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് എത്തിച്ചേരുന്നത്. ഇന്നലെ തന്നെ AKG സെൻറ്ററിൽ നേരത്തെ എടുത്തപ്പോൾ തന്നെ ആ മുദ്രാവാക്യങ്ങൾ നിലച്ചില്ല, അവർ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവർക്ക് കാണണം മതിയായ അത്. പക്ഷേ AKG സെൻറ്ററിൽ അധികം വെക്കാതെ തന്നെ അത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇത്രയും ജനപ്രവാഹം വരുന്നതൊന്നും പാർട്ടിക്കകത്ത് ചിലപ്പോൾ യോജിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ അണികൾ അത്രത്തോളം VS എന്ന നേതാവിനെ മനസ്സിലേറ്റി എന്നുള്ളതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വലിയ ജനത്തിരക്ക്. ജനങ്ങളുടെ ഇടയിലെ വെളിച്ചപ്പാടെന്നാണ് പ്രൊഫസർ MN വിജയൻ VS-നെ വിശേഷിപ്പിച്ചത്. VS എന്ന് പറയുന്ന ആ രണ്ടക്ഷരം ഇതേപോലെ തന്നെയാണ് EMS അല്ലേ. അന്ന് പഴയ കാലത്തെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്നാണ്. എനിക്കറിയാം EMS തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ പ്രസംഗിക്കുന്നു. അവിടെ കൂടിയിട്ടുള്ള ജനങ്ങളെന്ന് പറയുന്നത് CPM-കാർ മാത്രമല്ല, മറ്റു പാർട്ടികളിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് EMS-നും കിട്ടിയിട്ടുണ്ട്, EK നായനാർക്കും കിട്ടിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് EMS ഇവിടെ പുത്തരിക്കണ്ട മൈതാനിയിൽ പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ആറ്റിങ്ങലിലേക്കാണ്, ആറ്റിങ്ങലിൽ നേരെ കൊല്ലത്തേക്കാണ്. ഈ 3 പ്രസംഗവും ഒരേ ദിവസം പോയി കേട്ട ആൾക്കാരെ എനിക്കറിയാം. ഇവിടെ നിന്ന് EMS-ന്റെ പിന്നാലെ വണ്ടി പിടിച്ച് ആറ്റിങ്ങലെ പ്രസംഗം കേൾക്കുന്നു, അത് കഴിഞ്ഞ് കൊല്ലത്തെ പ്രസംഗവും പോയി കേൾക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് ഇദ്ദേഹം പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആവേശഭരിതനായ ഒരു മധ്യവയസ്കൻ ഓടിച്ചെന്ന് EMS-നെ അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് എടുത്തുയർത്തി, EMS ധീരതയോട് നയിച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അന്നൊന്നും ഇന്നത്തെ പോലെയുള്ള വലിയ സുരക്ഷാ കവചമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഈ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ള, ഇപ്പം നമ്മൾ ഈ VS ഈ കുട്ടികളുടെ ഇടയിൽ മുതൽ ആബാലവൃദ്ധം ജനങ്ങളുടെ ഇടയിലും വളരെ സ്വീകാര്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരു വലിയ പ്രഭാഷകനൊന്നുമല്ല, പ്രസംഗത്തിലെ ഈ ഒരു ഇളകിയാട്ടമുണ്ടല്ലോ, അത് സദസ്സിനെ മുഴുവൻ പിടിച്ചിരുത്തി. അതായത് ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ അങ്ങോട്ട് ഇടപെടുമ്പോൾ ഈ കയർ തൊഴിലാളികളെ മുഴുവൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം. അതിനുവേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു, പല പ്രായത്തിലുള്ളവരാണ് ഇരിക്കുന്നത്, വളരെ പ്രായം ചെന്നവരൊക്കെ ഉണ്ട്, അവരെ സംഘടിപ്പിക്കണം. അതിനു വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ഭാഷ ഇത്തരത്തിൽ അങ്ങോട്ട് വലിച്ച് നീട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഈ ശരീരം മുഴുവൻ അങ്ങോട്ട് ഇളകി ആട്ടമുണ്ട്. കഥകളിയിൽ ചില കഥാപാത്രങ്ങളുടെ ഇളകി ആട്ടം മാതിരിയാണ് VS അങ്ങോട്ട് ഇളകി ആടുകയാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ഇളകിയാട്ടം അല്പം കുറച്ചു. ഈ ശബ്ദം കൊണ്ട് ഇതങ്ങ് അവരോഹണ ക്രമത്തിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങി എന്നുള്ളതാണ്. അതാണ് രാഷ്ട്രീയത്തിലും കണ്ടത്. ജീവിതം മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കമ്മ്യൂണിസ്റ്റുകാരായാലും ഏത് മനുഷ്യരായാലും ചൊല്ലിപ്പഠിക്കേണ്ട ഒരു പുസ്തകമാണ് VS അച്യുതാനന്ദൻ. ഈ ഭക്ഷണത്തിന് രുചി പകരുകയും അതിലെ അരുചികൾ നീക്കം ചെയ്യുന്നതും ഉപ്പിൻ്റെ ധർമ്മമാണ്.
അപ്പോഴാണ് നാം ഭൂമിയുടെ ഉപ്പാകുന്നത്. വി എസിനെ കുറിച്ച് നമ്മളെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല, പക്ഷേ വി എസിനെ കുറിച്ച് പറയാം. അദ്ദേഹം ഭൂമിയുടെ ഉപ്പാകുന്നു. ഞാൻ അഭിമാനിക്കുന്ന എന്താണെന്നറിയാമോ? EMSൻ്റെയും VS അച്യുതാനന്ദിൻ്റെയും ആ കാലത്ത് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഞാൻ അങ്ങനെ എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.